ഇതില് ഈ ഓടി വരുന്ന രണ്ടാൾക്കാരുണ്ട്. ഇവരാണ് എഡ്വിനും ചാൾസും. ഇവര് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചുപോയ 2 ഡെഡ് ബോയ്സ് ആണ്. ആഫ്റ്റർ ലൈഫിലേക്ക് പോകാതെ ഡിറ്റക്റ്റീവ് പണി ചെയ്യുവാണ് ഇവിടുത്തെ ഗോസ്റ്റുകളുടെയൊക്കെ. ഇവരിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന പണ്ട് ഹിറ്റ്ലറിന്റെ കാലത്ത് മരിച്ചുപോയ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ ഗോസ്റ്റ് തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ. ഇവർക്കാണെങ്കിൽ ഒരു മിററിൽ കൂടെ മറ്റു മിററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇവര് അവരുടെ റൂമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ഈ ഗോസ്റ്റ് ആള് പുറകിൽ കൂടെ വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ട ഒരു സീനിലെന്ന് പറഞ്ഞാൽ ഇവർ ഇൻവിസിബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഇവര് ആ ഒരു ഗോസ്റ്റിന്റെ മാസ്ക് മാറ്റി അയാള് ആരോഗ്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഡെഡായി. ആഫ്റ്റർ ലൈഫിന്ന് ഒരാൾ വന്ന് ഇയാളെ കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോവാണ്. നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച ആളാണ്. ഇനിയെങ്കിലും നിങ്ങൾ ആഫ്റ്റർ ലൈഫിലേക്ക് വരണം. നിങ്ങൾക്ക് നിത്യശാന്തി ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ തിരിച്ചു കൊണ്ടുപോവാണ്. ആ സമയത്ത് എഡ്വിനും ചാൾസും പുറത്ത് പാത്തിരിക്കുവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെൺകുട്ടി ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരെയും ആഫ്റ്റർ ലൈഫിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എഡ്വിനും ചാൾസും പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തമ്മിൽ എന്നും ഒരുമിച്ച് തന്നെ ഇരിക്കും. നമ്മൾ പിരിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ വരുന്നത് ഒരു പണ്ട് മരിച്ചുപോയ ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള സൈക്കിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു മനുഷ്യ സ്ത്രീയാണ്. അവളുടെ പേരാണ് ക്രിസ്റ്റൽ. അവളിപ്പം കുറച്ച് വളരെ ഓക്വേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടേന്നും പൈസ മേടിച്ചിട്ട് അവരാ കേസ് ഏറ്റെടുക്കുന്നു. കേസില് ഇവര് ഒരു എഡ്വിനും ചാൾസും രൂപം മാറി ഒരു മെട്രോ സ്റ്റേഷനില് ട്രെയിനില് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഇവളെ കൈക്കലാക്കി ഇവര് കുറെ സിംബൽസ് ഒക്കെ വരച്ചിട്ട് അതിലേക്ക് അവളെ തള്ളിയിടുന്നു. ആ സമയത്ത് ഇവളുടെ അകത്തുനിന്നുള്ള ഒരു ഗോസ്റ്റ് പുറത്തു പോവുകയും ഇവര് അവൾക്കാണെങ്കിൽ ബോധം വരുമ്പോ അവളുടെ പേരെന്താന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല. ആ സമയത്ത് എഡ്വിൻ ചാൾസ് ഇവിടെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ പെൺകുട്ടി നമ്മുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അത് നമ്മുടെ റൂൾസിനെതിരാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവള് ഉറക്കം ഉണരുമ്പം ഈ ചാൾസും എഡ്വിനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം അവള് പറയുന്നുണ്ട്, "നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന എല്ലാം ഞാൻ കേട്ടു. ഞാൻ പുറത്ത് പൊയ്ക്കോളാം" എന്നൊക്കെ പറഞ്ഞിട്ട് എഡ്വിനോട് കുറച്ച് ദേഷ്യത്തോടെ അവൾ സംസാരിക്കുന്നു. അപ്പൊ ചാൾസ് പക്ഷെ കുറച്ചുകൂടെ നമ്മുടെ ക്രിസ്റ്റലിനോട് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവര് രണ്ടുപേരും പുറത്തു പോകുന്നു. നമ്മുടെ ചാൾസും ക്രിസ്റ്റലും. അങ്ങനെ അവര് പോയിട്ട് അവര് കുറച്ച് നല്ലപോലെ ബോണ്ടിങ് ആവുന്നുണ്ട്. അപ്പം ക്രിസ്റ്റല് പറയുന്നുണ്ട്, "ഞാൻ ആരാണ്? നല്ല ഒരാളായിരുന്നോ? കന്യസ്ത്രീ ആയിരുന്നോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല." അപ്പൊ ചാൾസ് പറയുന്നുണ്ട്, "നീ നല്ലൊരു പെൺകുട്ടി തന്നെയാണ്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവളീ സംസാരിച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ്. മറ്റുള്ളവരൊക്കെ നോക്കുമ്പോ ഇവള് തന്നെ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് അവർക്ക് പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ടൊരു കേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കേസില് ഒരു ആസ്പെൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അവള് കാണാതായിട്ടുണ്ട്. അപ്പം അവളുടെ ആ പോസ്റ്റർ മിസ്സിംഗ് പോസ്റ്ററിലേക്ക് നമ്മുടെ ക്രിസ്റ്റല് കൈവച്ചപ്പം തന്നെ അവൾക്ക് സൈക്കിക് എബിലിറ്റീസ് വന്നിട്ട് അവൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ഒരു സംഭവം വന്നിട്ട് ഇവളെ എത്രയും വേഗം നമുക്ക് രക്ഷിക്കണമെന്ന് അവര് പറയുന്നു.